നമ്മൾ ഫിഷുകളിലുള്ള മെയിൻ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്നത് ഒന്ന് അതിലുള്ള പ്രോട്ടീൻ, ഏറ്റവും നല്ല പ്രോട്ടീൻസ് ആണ് ഫിഷിലുള്ളത്. രണ്ട്, ചിലപ്പോൾ അയലമായിരുന്ന ചില ഫിഷിൽ സെലീനിയം ഉണ്ട്, അയഡിൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും പറ്റുന്ന ബെസ്റ്റ് ഫിഷ് എന്ന് പറയുന്നത് ഒന്ന് മത്തിയാണ്. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ഒമേഗ-3 ഫാറ്റി ആസിഡ് ഉള്ളത്. അത് നമ്മുടെ രക്തക്കൊഴലുകളിലെയും ഹാർട്ടിലെയും ഉള്ള ബ്ലോക്കുകൾ അലിയിച്ചു കളയാനും പുതിയ ബ്ലോക്കുകൾ ഉണ്ടാകാതിരിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആന്റി ഓക്സിഡൻസ് ഉള്ളത്. പിന്നെ വരുന്ന ഒന്നാണ് അയല. യിലുള്ള സെലീനിയം ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഹാർട്ടിന്റെ റിതത്തിന് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യും, ഡയബറ്റീസ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന ട്യൂണ എന്ന് പറയുന്ന ഫിഷ്, നമ്മൾ ചൂര എന്ന് പറഞ്ഞാൽ വലിയ ട്യൂണ ഫിഷ് ഏറ്റവും നല്ല പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കുന്നതിന് പകരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന ഒരു ഫിഷാണ് ട്യൂണ. പിന്നെ വേറെ ഏറ്റവും നമുക്ക് കിട്ടുന്നതിലുള്ള വളരെ നല്ല ഒരു ഫിഷാണ് നമ്മൾ ചൂട എന്ന് പറയുന്ന നത്തോലി. അതില് കാൽഷ്യത്തിന്റെ അളവ് കൂടുതലാണ്, പ്രോട്ടീന്റെ അളവ് കൂടുതലാണ്. അപ്പൊ നമ്മൾ കോസ്റ്റ്ലി ഫിഷുകൾ വാങ്ങുമ്പോൾ അതിൽ ടോക്സിൻ ഉണ്ടാവാനും മറ്റുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ മത്തി, അയല, ചൂര, നമ്മുടെ നത്തോലി ഒക്കെയാണ് ഏറ്റവും നല്ല കേരളത്തിൽ അവൈലബിൾ ആയ ഹെൽത്തിന് ഏറ്റവും നല്ല ഫിഷുകൾ. ഇതെല്ലാം നമ്മൾ പൊരിച്ചു കഴിക്കുമ്പോൾ പ്രോട്ടീൻ ഡീനേച്ചർ ആവാനും അതിൽ ഓയിലിന്റെ കണ്ടന്റ് കൂടാനും സാധ്യതയുണ്ട്. എപ്പോഴും നമുക്ക് നന്നാവുക കറിയാക്കി ഉപയോഗിക്കുന്നതാണ്.